തിരുവനന്തപുരം പാറ്റൂരിൽ ലോറി മറിഞ്ഞു. ഭാരം കയറ്റി വന്ന ലോറി കയറ്റം കയറുന്നതിനിടെ ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. ആർക്കും പരിക്കില്ല. പ്രദേശത്ത് വൻ ഗതാഗതക്കുരുക്ക് ഇപ്പോഴുമുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ വളവാണ്. ആ വളവിലേക്ക് അത്യാവശ്യം വേഗതയിൽ വന്ന് വീശി വളയ്ക്കുന്നതിനിടയിൽ മറിയുകയായിരുന്നു. മേഘന മുരളി വിവരങ്ങളുമായി ചേർന്നു. മേഘന, വണ്ടി അത്യാവശ്യം സ്പീഡിലായിരുന്നു. ഹാഷ്മി, ഈ വണ്ടി അത്യാവശ്യം വേഗത്തിലായിരുന്നു. അതുപോലെ തന്നെ അതിലധികം ഭാരം ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കയറ്റം മനസ്സിലാക്കാതെ അതിവേഗത്തിൽ എത്തുകയും അങ്ങനെ ഒരു ഭാഗത്തേക്ക് മറിയുകയും ചെയ്യുകയായിരുന്നു. ഈ മറിഞ്ഞ ഭാഗത്തടക്കം വീടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അധികം ആപത്തിലേക്ക് പോയില്ല, വലിയൊരു ദുരന്തത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രദേശത്ത് 1 മണിക്കൂറോളം നീളം വാഹനങ്ങൾ ഗതാഗത തടസ്സം മൂലം കുടുങ്ങിക്കിടന്നു. കൂടാതെ ഇതിൽ ആർക്കും പരിക്കില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഡ്രൈവറും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി കൂടിയാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആർക്കും പരിക്കില്ല. തിരുവനന്തപുരം പാറ്റൂരുള്ള ഒരു ജംഗ്ഷനിലാണ് ഈ ലോറി മറിയുകയും ചെയ്തത്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആർക്കും ഈ അപകടത്തിന്റെ ഈ ദൃശ്യം കാണുന്നത് പോലെ വലിയൊരു വ്യാപ്തിയിലേക്ക് പോയിട്ടില്ല. ആർക്കും പരിക്കുകളില്ല. കൂടാതെ ഒരു മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടത്തിലേക്കും പോയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഭാരം കയറ്റിക്കൊണ്ടുവരികയായിരുന്നു. അമിത ഭാരമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. ലോറി ശരിയാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോറിക്കകത്ത് എന്തായിരുന്നു മേഖല? ഹാഷ്മി, ലോറിക്കകത്ത് ISROയിലേക്ക് കൊണ്ടുവന്ന യന്ത്രഭാഗങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം ഭാരമുള്ള യന്ത്രഭാഗങ്ങളായിരുന്നു. അത് കർണാടകയിൽ നിന്നും മറ്റും ഇങ്ങോട്ട് കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതാണ്. അതിനിടയിൽ ഇത്രയും വലിയ അപകടം ഉണ്ടായത്, പക്ഷെ ആർക്കും പരിക്കില്ല എന്ന് മേഖല പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.